റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്നത്തെ ഭാഗത്തിൽ കാണിക്കുന്നത് നന്ദുവിനെയാണ്. ഇന്ദീവനം തറവാട്ടിലെ എല്ലാവരുടെയും ഓമനപുത്രനാണ് ഈ നന്ദൂട്ടൻ. ഈ നന്ദൂട്ടനെ ഗൗതം ദത്തെടുത്തതാണ്. നന്ദൂട്ടനെ ദത്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ് പിങ്കിയെ ഗൗതം വിവാഹം ചെയ്തത്. ഈ കുട്ടിയെ ദത്തെടുത്തു എന്ന് പറഞ്ഞിരുന്നാലും ഈ കുട്ടി ഗൗതമിൻ്റെയും നന്ദയുടെയും സറോഗസി വഴി പിങ്കിയിൽ ജനിച്ച കുട്ടിയാണ് കേട്ടോ. അന്ന് ആക്സിഡൻറ്റ് നടന്ന സമയത്ത് നന്ദയിൽ നിന്ന് കാട്ടിലേക്ക് തെറിച്ച് വീണതാണ് ഈ നന്ദു. അതിനുശേഷം അവിടെ നിന്ന് കുറച്ച് ആളുകളുടെ കയ്യിലേക്ക് ഈ നന്ദുവിനെ കിട്ടുകയും ഇവനെ ഓർഫണേജിൽ ആക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്ന് തന്നെ ഗൗതമിൻ്റെ മകനാണെന്ന് അറിയാതെ തന്നെ ഈ നന്ദൂട്ടനെ ദത്തെടുക്കുകയാണ് ഗൗതം ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇവനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരുടെയും ഓമനപുത്രനായി വളർത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ അവന് കാലിന് സുഖമില്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പിങ്കിയാണ്. അപ്പോൾ ആ ഭാഗത്തിൽ തന്നെ കാണുന്നുണ്ട് അവന് കാലിൽ പെയിൻ വരുന്ന സമയത്ത് പിങ്കി ബോക്സ് വെച്ച് കുട്ടിക്ക് ചൂട് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നന്ദുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ പിങ്കി നോക്കുന്നത് കൊണ്ട് തന്നെ ഈ പിങ്കിയുടെ അടുത്ത് ഗൗതമിന് ഒരു റെസ്പെക്റ്റൊക്കെ ഉണ്ട്. എന്നാലും ഗൗതം പിങ്കിയെ ഇതുവരെയും ഭാര്യയായിട്ടൊന്നും സ്വീകരിച്ചിട്ടില്ല. അതിൻ്റെ വിഷമം പിങ്കിക്ക് എന്തായാലും ഉണ്ട്. അപ്പോൾ അടുത്ത ഭാഗത്തിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നന്ദയും നന്ദയുടെ കുട്ടിയാണ്. നന്ദയുടെ കുട്ടി ഇത്തിരി പിടിവാശിയെല്ലാം ഉള്ള ഒരു കുട്ടിയാണ്. നന്ദയെ പോലെ തന്നെ ഒരു കാര്യം വേണമെന്ന് കരുതിയാൽ അത് തന്നെ അവൾക്ക് വേണം. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഈ കുട്ടിയും. അപ്പോൾ ഏതായാലും നന്ദയുടെ കുട്ടിക്ക് ഗൗരിക്ക് എന്തായിരുന്നാലും അച്ഛനെ കാണണം എന്നുള്ള വാശിയിൽ തന്നെയാണ് ഇപ്പോഴും ആ കുട്ടി. അപ്പോൾ നന്ദയോട് എപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നന്ദയോട് വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ വാശിയിൽ ഭക്ഷണം കഴിക്കാതെയും മടി പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും നന്ദ മാക്സിമം നോക്കുന്നുണ്ട് കുട്ടിയെ ഈ രീതിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി. പക്ഷെ ഒരു രക്ഷയുമില്ല, അവൾക്ക് അവളുടെ അച്ഛനെ കണ്ടേ പറ്റൂ എന്നാണ് പറയുന്നത്. എന്നാലും പറഞ്ഞൊക്കെ നോക്കുന്നുണ്ട്, മനസ്സൊക്കെ മാറ്റാൻ നോക്കുന്നുണ്ട്. എങ്കിലും കുട്ടി അതിനോടൊന്നും അടുക്കുന്നില്ല. അപ്പോൾ ഗൗരി മോൾക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ അവളുടെ അച്ഛനെ അവൾക്ക് കണ്ടേ പറ്റൂ എന്ന് തന്നെയാണ് അവൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഗതി കെട്ടിട്ട് നന്ദ പറയുന്നുണ്ട്, എടി നിൻ്റെ അച്ഛൻ ഇവിടെയല്ല, ശാന്തിപുരത്തേക്ക് വന്നാലല്ലേ നിൻ്റെ അച്ഛനെ നിനക്ക് കാണാൻ കഴിയുള്ളൂ എന്ന് നന്ദ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഗൗരി മോളുടെ സ്കൂളിൽ സ്പോർട്സ് മീറ്റ് നടക്കുന്ന ടൈമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നന്ദമോൻ വരുന്ന ഒരു സിറ്റുവേഷനാണ് കഥയിലുള്ളത്. അപ്പോൾ ഏതായാലും ഈ നന്ദമോൻ തന്നെ കറങ്ങി തിരിഞ്ഞ് ഈ ഗൗരിയുടെ അടുത്ത് വരെയാണ്. അവർ തന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ കാണിക്കുന്നത്. അപ്പോൾ ആ സ്കൂളിൽ തന്നെ സ്പോർട്സ് മീറ്റ് നടക്കുന്നത് കൊണ്ട് നന്ദയും അവിടെ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കും നന്ദയുടെ അടുത്തേക്ക് ഗൗരി മോളും നന്ദൂട്ടനെയും കൊണ്ട് വരികയാണ്. നന്ദയ്ക്കും അറിയില്ല ഇത് അവളുടെ മകനാണെന്ന്. പക്ഷെ അവർ നല്ല സൗഹൃദത്തിലൊക്കെയാണ് ഉള്ളത്. ഗൗരിക്ക് നന്ദൂട്ടനെ വളരെയധികം ഇഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഗൗതം ആ സ്കൂളിലേക്ക് നന്ദുവിനെ കാണാനായി വരുന്നത്. അപ്പോൾ 3 ദിവസത്തെ സ്പോർട്സ് മീറ്റാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത്രയും ദിവസം കുട്ടിയെ കാണാതിരിക്കാൻ കഴിയില്ല ഗൗതമിന്. അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് ഗൗതം എത്തുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ ഗൗതവും നന്ദയും തമ്മിൽ മുട്ടുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അവന് ഇത് വിചാരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നന്ദ ജീവനോടെ ഉണ്ട് എന്ന് ആ സമയത്ത് ഗൗതം അറിയുന്ന സിറ്റുവേഷനാണ് ഈ കഥയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടി കാത്തിരിക്കാം.